രണ്ട് ലെജൻസ് ആണ് ഇവിടെ നിൽക്കുന്നത്. നമ്മളിപ്പോ മറ്റൊരു ലെജൻഡിനെ ഓർക്കുന്ന സമയമാണ് മാവേലി മന്നൻ, നമ്മുടെ നാട് ഭരിച്ച മാവേലി മന്നൻ. അത് തിരിച്ചു വരുന്നൊരു സമയമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പൊ ഓണത്തിനെ കുറിച്ച് നാട് ഭരിച്ച നിങ്ങൾ രണ്ട് വാക്ക് പറയണം. ആദ്യം VS സഖാവ് തന്നെ പറയുക. മാവേലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാവേലി തമ്പുരാൻ ഭൂമാഫിയകളുടെ ചതിയിൽപ്പെട്ട പാതാളത്തിലേക്ക് താഴ്ന്നുപോയ അതേകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്. കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം എന്ന് പറയാൻ കാരണം എന്താ? ചവിട്ടിത്താത്തിക്കളഞ്ഞില്ലേ. പിന്നെ മാവേലി ഞാനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. കാരണം മാവേലിയിൽ വേലിയുണ്ട്, എന്റെ വീട്ടുവേലിലും വേലിയുണ്ട്. വേലിക്കകത്ത് ആ വേലി. ചാണ്ടി സാറിന് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ. ഓണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ ജനസമ്പർക്ക പരിപാടിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മാവേലി തമ്പുരാൻ എല്ലാ വർഷവും വന്ന് ജനങ്ങളെ കണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഞാനും കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അവരുടെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും ഈ കോമഡി മാസ്റ്റേഴ്സ് എന്നെ വിളിച്ചതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാവേലി തമ്പുരാന്റെ നല്ല ഭരണത്തിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അതെ. മാവേലി തമ്പുരാൻ എല്ലാ വർഷം വരുമ്പോഴും നമ്മൾ പൂക്കളമിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെയും ജനങ്ങളുടെ മനസ്സിൽ പൂക്കളമിട്ട് എന്നും സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് രണ്ടു കൂട്ടരിക്കും വിശ്വാസമുണ്ട്. അപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പപ്പാതി തന്നാ മതി. അത് തരാം. രണ്ടുപേർക്കും ഓരോന്നുണ്ടാവും. അപ്പോ ആ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് കാണാം. ഓക്കെ. ഒരു ഒന്നൊന്നര സർപ്രൈസ് ആയി പോയല്ലോ. ഇവരെയൊക്കെ അറിയാലോ സാറേ? ഞാൻ അറിയില്ല, സത്യം പറയട്ടെ. അറിയില്ലേ സാർ? അങ്ങനെ പറയരുത്. ചാണ്ടി ഉമ്മൻ അറിയാൻ പറ്റും. സാറിനൊക്കെ ഞങ്ങൾ അറിയുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ വന്നത്. ഇതാരാണ്? അറിയാം. അദ്ദേഹം ആരാന്നറിയാല? ഞാനൊരു സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല. നീ വഴക്കുണ്ടാക്കുക. ഇല്ല, VS നമുക്ക് നഷ്ടപ്പെട്ട അന്ന് ഒരു താരതമ്യം ചെയ്യലുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. ആരുടെ ഈ അവസാന യാത്രയിലാണ് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത്? അങ്ങനെ ഒരു തർക്കം വന്നപ്പോ ചാണ്ടിയുമ്മൻ എന്താ തോന്നിയത്? അങ്ങനെ താരതമ്യത്തിന് ഒരു സാഹചര്യമില്ല. അവരവരുടെ രീതിയിൽ അവരവരെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. വസ്തുതാപരമായ കാര്യങ്ങൾ കാണണം, നമ്മൾ ആരെയും ചെറുതാക്കണ്ട. അതെ. ഒരു സത്യം പറയാൻ, കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ രാഷ്ട്രീയ നേതാവ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാണ്, നിഷേധിക്കാൻ പറ്റിയല്ല. അതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവും ആരുടെയും സ്വാധീനത്തിന് വഴങ്ങാത്ത പ്രിയങ്കരനായ നേതാവാണ് സഖാവ് VS. ഇതാണ് സത്യം. അപ്പൊ രണ്ടുപേരും ഒന്ന് കെട്ടിപ്പിടിച്ചേ. ആരെ? നിങ്ങൾ രണ്ടുപേരും. പറഞ്ഞ ആളല്ലേ കെട്ടിപ്പിടിക്കണ്ടേ? പറഞ്ഞ ആളെ കെട്ടിപ്പിടിക്കണ്ടേ? എനിക്ക് സത്യം പറയാനേ പറ്റൂ, ഞാൻ കള്ളം പറയാറില്ല. എന്നാ PC സാറിനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് നല്ലതാ. കൊണ്ടുവരട്ടെ? ഓക്കെ. വല്ല പരിചയമുണ്ടോ? പരിചയമില്ലെന്ന് മാത്രമല്ല, ഞാൻ എന്നെ അനുകരിച്ച, പക്ഷെ ഒത്തില്ല. പക്ഷേ ആ നടപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നടപ്പ് പണ്ടേ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ തല മോട്ടയായി പോയി, എന്റെ അത്ര മോട്ട. എന്നാലും വേണ്ടി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഗിഫ്റ്റ് എല്ലാം കൊണ്ട് തരണ്ട കയ്യില്? ഗിഫ്റ്റ് പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും ഇല്ല സാറിന്. ഇനിയിപ്പോ എന്നാ വേണ്ടേ? എന്ത് തന്നാലും വാങ്ങും. ഇനിയാള് ഇല്ലേ? ഒരു ഓണാശംസ പറഞ്ഞാലോ? പറഞ്ഞു. ആയിക്കോട്ടെ. ഞങ്ങൾ ഈരാറ്റുപേട്ടക്കാർക്ക് പറയാൻ ഓണാശംസ ഒന്നുമില്ല, നല്ല ഓണത്തല്ല.
അത് സത്യം. അതുവല്ലം വേണം നമുക്ക് ഒന്ന് രണ്ടും നോക്കാം. പിന്നെ കൂടുതലായിട്ട് ഞങ്ങളുടെ ഒന്നും കിട്ടാനില്ല, എന്നാലും നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഒരു ഓണാശംസ. താങ്ക് യു സാറേ ഇദ്ദേഹത്തിന് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? എത്ര മാർക്ക്? ഒരു മാർക്ക് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ പ്രശ്നവും. ഇവൻ എന്തൊരു പോട്ടറാ. ഇവൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് വന്ന് ഇടേ 8 ലക്ഷം രൂപയുടെ സാധനം തകർക്കളഞ്ഞ ജർമ്മനാ? ആ ജർമ്മനല്ലേ, ചെക്കോസ്ലാവാക്കി. പൊട്ടത്തോക്കം ചോദിച്ചോണ്ട് എന്നെ കാണിക്കാൻ. അപ്പൊ ചാണ്ടി ഉമ്മനടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ വീട്ടിൽ നിങ്ങൾ കുടുംബമായിട്ടിരുന്നു, അപ്പൊ ഒരുപാട് തവണ ഈ കളമശ്ശേരി രഘു അതുപോലെ തന്നെ ഒരുപാട് ഡൂപ്പുകൾ, ഉമ്മൻചാണ്ടി സാറിന്റെ ഡൂപ്പുകളൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടികൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായിരിക്കും വീട്ടിലെ പ്രതികരണം? ഇല്ല, ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് അങ്ങനെ കാണുവാനുള്ള അവസരം ലഭിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളിങ്ങനെ ഓരോ എപ്പിസോഡ്സ് ഇങ്ങനെ കാണുമ്പോൾ ആസ്വദിക്കാറുണ്ട്. അപ്പയോടത്ത് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഏറ്റവും അവസാനം ഞാൻ ഓർക്കുന്ന അതേ ഒരു കൊച്ചുകുട്ടി അദ്ദേഹത്തെ അനുകരിച്ചു. ആ കൊച്ചുകുട്ടി അനുകരിക്കുന്ന വീഡിയോ അദ്ദേഹം കാണുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങി. അപ്പൊ അതും വലിയൊരു അദ്ദേഹം വലിയ എൻജോയ് ചെയ്ത് കണ്ടൊരു കാര്യമാണ്. നമുക്കൊരു റിലീഫാണ് ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ എപ്പിസോഡ്സ് ഓഫർ ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത്രയും സഹിഷ്ണുതയോടുകൂടി സഹകരിച്ചിരുന്ന് നമ്മുടെ പ്രേക്ഷകർ കാണില്ല അല്ലെ? പ്രേക്ഷകർ മാത്രമല്ല, നേതാക്കന്മാർ. അപ്പൊ നമ്മുടെ നാട്ടിലൊരു സഹിഷ്ണുതയുള്ള ആൾക്കാരാ, എല്ലാം ഒരു കോമഡി ആയിട്ടും തമാശയായിട്ടും കാണാറുള്ളൂ അല്ലെ? വീട്ടിലും അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മളതിനെ ആ സ്പിരിറ്റിൽ എടുക്കുന്നത്. അല്ല അമ്മ എന്താ പറയാറ്? അങ്ങനെ നമ്മളങ്ങനെ ഒരു കമന്റ് ഇല്ലല്ലോ, നമ്മൾ എൻജോയ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസത്തെ തലേന്ന് ഒരു പയ്യൻ, ഞാൻ അവിടെ രാത്രി പരിപാടിക്ക് വന്നപ്പോഴത്തേക്ക് അതേ സൗണ്ട്, അതേ വോയിസ്, ശരിക്കും അദ്ദേഹത്തിനെ അനുകരിക്കുന്ന എക്സാക്ട് ഫീലിംഗ് ആയിരുന്നു. ആണോ? അങ്ങനെ ഒരു എക്സാക്ട് ഫീലിംഗ് ഉള്ള ഒരാൾ ഇവിടെ ഉണ്ട്. വിളിക്കട്ടെ? വിളിച്ചോ. ഈ പയ്യന്റെ കാര്യം പറഞ്ഞാല് ഇവൻ സ്കൂൾ വിട്ടിട്ട് നേരെ നമ്മുടെ അടുത്തേക്കാ വന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഇതിനുശേഷം ഇവനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു തിരിച്ച്, നീ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ യൂത്ത് ഫെസ്റ്റിവൽ, അതായത് കേരള സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തതിന് സമ്മാനവും കിട്ടി. അതിനുശേഷം ഇന്ന് ഏറ്റവും ബെസ്റ്റ് ആങ്കർ ആയിട്ട് മാറി. ഇപ്പൊ വീട്ടിൽ ഭയങ്കര സ്നേഹം അവനോട്. റിഷാദ് എന്ന് പറയും. ചാണ്ടി സാറിന്റെ ശബ്ദം അതുപോലെ തന്നെ അനുകരിക്കുന്ന ഒരു തന്നെ. റിഷാദേ, ഇതാണ് 8ാം ക്ലാസ്സിൽ ഒളിച്ചോടി പോയിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ നമ്പറാണ് 1ാം സ്ഥാനം ലഭിച്ച കേരള സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് 1ാം സ്ഥാനം ലഭിച്ച ആളാ. അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി ഇതേ സൗണ്ട് കേൾപ്പിച്ചിട്ടുണ്ട്, അതേ ശബ്ദം. ആ കൊച്ചു നീയാണല്ലേ? ടിനിച്ചേട്ടന്റെ വരക്കൊണ്ടാ ഞാൻ നന്നായത്. പക്ഷെ ഇന്ന് ഏറ്റവും മികച്ചൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ആങ്കർ ആയിട്ടാണ് ഇവൻ വിലസിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വീട്ടുകാർക്ക് സന്തോഷമുള്ളല്ലോ? അയ്യോ ഭയങ്കര സന്തോഷം. ഇപ്പൊ നീ ഇറങ്ങി വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത്? അതെ. അപ്പൊ ചാണ്ടി സാറിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ഉറപ്പായിട്ടും. എല്ലാവർക്കും ഓണാശംസ ഞാൻ നേരുകയാണ്. എനിക്ക് ചാണ്ടിമാനെ വന്ന് ചാണ്ടി മോൻ എപ്പോഴും അങ്ങ് പരാതിയാ. അപ്പൊ ഞാൻ പറയുന്നൊന്നും കേൾക്കൂലല്ലോ, അല്ലയോ? അങ്ങനെ ഉണ്ടോ? ഉണ്ട്. അതെന്താ അങ്ങനെ? അങ്ങനെയാ. എന്തുകൊണ്ടാ ഞാൻ മോൻ പറയുന്നൊന്നും കേൾക്കാത്ത? നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരോട് മാത്രമേ അങ്ങനെ പറ്റൂ. ആന്നോ? അന്ന് എനിക്ക് ചാണ്ടി മോൻ ഒരു വാക്ക് തന്നിരുന്നു. അപ്പ നോക്കിയതുപോലെ എന്റെ മക്കളെ എല്ലാവരെയും നോക്കുന്നല്ലയോ? തീർച്ചയായിട്ടും നോക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അവനൊന്ന് ഹഗ് ചെയ്തേ അപ്പേ. കൗണ്ടർ അടിക്കുന്ന ആളാണ്. ഒരു കല്യാണക്കാരൻ ചോദിച്ചിട്ട് തിരിച്ചടി കിട്ടിയതാണ്. ആ കാര്യത്തിൽ മാത്രമേ കൗണ്ടർ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും, ഒറ്റത്തടിയായിട്ട് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കല്യാണം കഴിക്കണം. കഴിക്കുവോ? ആയിക്കോട്ടെ. അയ്യോ ബിസി മിസ് ചെയ്യുന്നുണ്ടോ എന്നെ? തീർച്ചയായിട്ടും. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ നേതാവാണ്. അതായത് ഇവിടെ ഒരു തർക്കം നടന്നു. 2 സർക്കാരത്തിൻ്റെ 2 യാത്രകൾ. ഒന്ന് VS-ൻ്റെ, ഒന്ന് ഉമ്മൻചാണ്ടിയുടെ. ഏതാണ് വലുതെന്ന് തർക്കം വന്നു. 2ഉം വലുതായിരുന്നുള്ള സത്യം കേരളത്തിൽ ഇനി അങ്ങനെ ഉണ്ടാവുക. അങ്ങനെയാണ്. പക്ഷെ എന്നെ മിസ് ചെയ്യേണ്ട എപ്പോഴും കൂടെ ഉണ്ട് കേട്ടോ. താങ്ക് യു. എടാ കൈ തോക്കട്ടെ ശാലം ദൂരട്ടു. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഒരാളെ ശരിക്കും മിസ് ചെയ്യുന്നത് ശ്രീ കോട്ടയം നസീർ. അദ്ദേഹത്തിന്റെ ഫാദർ മരിച്ചതിന് ശേഷം അദ്ദേഹം പ്രതിജ്ഞ എടുത്തു അദ്ദേഹത്തെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോട്ടിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു അത് ചെയ്യരുത്,
അപ്പെ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അല്ല അതിനൊരു കാരണം കൂടി ഉണ്ട്. ഇവനൊക്കെ ഇറങ്ങിയതുകൊണ്ട് ആ ഒരു പേടിയും കൊണ്ടും കൂടിയാണ്. കറക്റ്റായിട്ട് ചെയ്യുന്നവർ വന്നപ്പോഴേ അല്ല പി സി സാറേ, വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ കോട്ടയത്തുള്ള മിമിക്രി കലാകാരന്മാരെല്ലാവരോടും കൂടിയിട്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ നസീർക്ക് ഉൾപ്പെടെ പ്രചോദം ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? പ്രചോദം ഉണ്ടായിരുന്നു. കുറെ കലാകാരന്മാരെല്ലാവരും ഇരുന്നിട്ട് ഉമ്മൻചാണ്ടി സാറുമായിട്ട് കുറച്ചൊരു ചെറിയ സംവാദം പോലെ അമൃത ടി വിക്ക് വേണ്ടി തന്നെ അദ്ദേഹം നസീർക്കയോട് പറഞ്ഞത് ഇപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്നെ നന്നായിട്ട് അനുകരിക്കുന്നതിൽ ഒരാളാണ് നസീർ കെ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹത്തെ അനുകരിക്കുന്നത്. അതേ വാക്ക് തന്നെയാണ് ഇപ്പൊ മകൻ ഒരുപക്ഷെ ആ ഇന്റർവ്യൂ അങ്ങ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു, പക്ഷെ അതേ വാക്ക് തന്നെയാണ് അങ്ങും പറഞ്ഞിരിക്കുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട് നമുക്ക്. അപ്പൊ ആ സന്തോഷത്തിന്റെ കൂടെ ചാണ്ടി ഉമ്മനോട് ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു 3-4 വരി പാട്ട് പാടണം. അതോ ഓഡിയൻസ് മൊത്തം പറയും. ഇനി രക്ഷയില്ല. അല്ല, അമൃത ടിവിയുടെ പ്രേക്ഷകരോടും ടിവിയോടും വല്ല ദേഷ്യമുണ്ടോ? ഒരു ദേഷ്യമില്ല. പക്ഷെ നമ്മൾ വാഗ്ദാനം കൊടുത്തുപോയി. ടിണിമോനെ ഓ നല്ല പാട്ടാ പുതുപ്പള്ളിയിലെ വീട്ടിലിരുന്ന് എന്നാ പാട്ട് പാടുന്നത്. വെണ്ണില ചന്ദന പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ വെല്ലെ കോരിയെടുക്കാൻ വാ, മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി കൂവും നേരം കണ്ടൊരു വീടെടുക്കാൻ വാ.